ഇവിടെ വോട്ട് ചേർത്തി ആരാ വോട്ട് ചേർത്തിയ ചരിത്രം ഈ കേരളത്തിലുള്ളത്? കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ വീടുകൾ, അവരുടെ ഓഫീസുകൾ, അവരുടെ CITയുടെ ഓഫീസുകൾ, അവരുടെ നിരവധി ഓഫീസുകളെല്ലാം കൃത്യമായിട്ട് 80, 100, 150 വോട്ടുകൾ ചേർത്തി അതിലൂടെ വോട്ട് പൂത്തുപിടുത്തം നടത്തി, അതിലൂടെ കള്ളവോട്ടുകൾ ചെയ്ത് ഇവരൊക്കെ നടത്തിയിരുന്ന ഈ രാഷ്ട്രീയ പാപ്പരത്വം ഇന്ന് അത് BJPയുടെ നെഞ്ചത്തേക്ക് BJP ജയിക്കുമ്പോൾ അങ്ങ് കെട്ടിവെക്കാമെന്ന് ഇവർ കരുതിയാൽ, അതിന്റെ പേരിൽ ഇവിടെ ഒരുത്തരെ വിട്ട് ഇവരങ്ങൊരു അഭ്യാസം കളിക്കാമെന്ന് പറഞ്ഞാൽ, അത് തൃശ്ശൂരിനകത്ത് ഒരു പാർലമെന്റ് സീറ്റിൽ സുരേഷ് ഗോപിയെ ജയിപ്പിക്കാനുള്ള പ്രാപ്തി ഈ പാർട്ടിക്ക് ഇവിടെ ഉണ്ടെങ്കിൽ നിന്നെ പോലെയുള്ളവരൊക്കെ കൈകാര്യം ചെയ്യാനും നിന്നെ പോലെയുള്ളവരൊക്കെ എന്ത് ചെയ്യണമെന്നറിയാനും ഈ മനസ്സിലേക്ക് കൊള്ളുക. എവിടെയാണ് നിങ്ങളുടെ രാഷ്ട്രീയം ഉണ്ടാവുന്നത്? പോയി ചോദിക്കണം. CPIയുടെ ഓഫീസ് സുനിൽകുമാർ എന്ന് പറയപ്പെടുന്നവരുണ്ടല്ലോ, സ്വന്തം പഞ്ചായത്തിൽ എന്തുകൊണ്ട് അവൻ പുറകെ പോയി എന്ന് ചോദിക്കാൻ നട്ടല് കാണിക്കുക കമ്മ്യൂണിസ്റ്റുകാരാ. സ്വന്തം ബൂത്തിൽ എന്തുകൊണ്ട് സുനിൽ പരാജയപ്പെട്ടു എന്ന് ചോദിക്കാൻ നട്ടല് കാണിക്കുക. സ്വന്തം മണ്ഡലത്തിൽ ആരാ തൃശ്ശൂരിലെ MLA ബാലേന്ദ്രനല്ലേ ഓന്റെ പ്രവർത്തനം കൊണ്ട് എന്താ നിങ്ങൾക്ക് ജയിക്കാൻ സാധിക്കാഞ്ഞ്? ആരാ ഒല്ലൂരെ അന്റെ മന്ത്രി രാജാവല്ലേ എന്നിട്ട് എന്താ നിങ്ങൾക്ക് ജയിക്കാൻ സാധിക്കാഞ്ഞ്? ആരാ പുതുക്കാട് രാമേന്ദ്രനല്ലേ നിങ്ങളെ ഈ ജില്ലവല്ലേ എന്താ നിങ്ങൾക്ക് സാധിക്കാഞ്ഞ്? നിങ്ങൾ ആയിരക്കണക്കിന് ആളുകൾ നേരത്ത് നിങ്ങൾ കൂലിക്ക് കൊടുത്ത് നിങ്ങളുടെ അടുക്കാൻ ഇറങ്ങിയതായിട്ട് പോലീസുകാർ. Download ShareChat.